നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ ഇപ്പോൾ പാർട്ടിയിൽ, അതായത് CPM-നകത്ത് പിണറായി വിരുദ്ധ തരംഗം ഇങ്ങനെ അതിശക്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് വേറൊരു വശമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ തിരുത്തലും അതുപോലെ മറ്റ് നടപടികളും ഒക്കെ ഉണ്ടായാൽ ഏവരും, കേരളത്തിലെ ജനങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്: പിണറായി രാജിവെച്ച് ഒഴിയുമോ? ഈ പിണറായി അഥവാ ഈ സമീപ സമയത്തെങ്ങാനും രാജിവെക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. 1996 മുതൽ അധികാരത്തില് അങ്ങനെ കിടന്ന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖവും അനുഭവിച്ച് അതിൽ കിടന്ന് പുളകിതനായിട്ട് വരികയാണ്. ഇപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ച് അങ്ങ് ഒരു വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും? ഇതൊരു മാനസിക അപഗ്രഥനമാണ് ഞാൻ ഷാജഹാനിൽ നിന്ന് ചോദിക്കുന്നത്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. എനിക്കൊന്ന് ഞാൻ ഒരുപക്ഷെ ഈ ഒരു മനഃശാസ്ത്ര അപഗ്രഥനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മള് ഇപ്പം പൊതുവിൽ നമ്മൾ എടുത്താൽ CPM എന്ന് ഒരാൾ പുറത്തായാൽ, ഒരു സാധാരണക്കാരൻ പുറത്തായാൽ പോലും അവന്റെ ജീവിതം പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ CPM എന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കാത്തത്. എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ CPM എന്ന് പുറത്തു പോയിട്ടുണ്ട്. LDF-ന്റെ കൺവീനർ മുതൽ ഒരുപാട് ആളുകൾ, അതിൽ കുറെ പേര് മരിച്ചും പോയിട്ടുണ്ട്. അപ്പൊ CPM-ൽ നിന്ന് പുറത്തു പോകുന്നവന് പോലും ഒരു പിടിച്ചിരിക്കാൻ ഒരു വിഷയമില്ല. ഒരർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ CPM എന്ന് പുറത്താക്കിയിട്ട് അത്യാവശ്യം പൊതുമണ്ഡലത്തിൽ പിന്നെ സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ വേണേൽ ഞാനാണെന്ന് വേണേൽ പറയാം. വേറെ ആരെങ്കിലും നിങ്ങൾ CPM എന്ന് പുറത്തു പോയിട്ട്, CPM എന്ന് പുറത്തു പോയിട്ടുള്ള വേറൊരു വിഭാഗം വേറെ പാർട്ടികളിൽ ചേർന്നുണ്ട്, അവർ സജീവം. അപ്പൊ CP ജോണിനെ പോലെയോ ഒക്കെ ഉള്ള ആളുകൾ അവർ. പക്ഷെ CPM എന്ന് പുറത്തു പോയിട്ട് ഒരിടത്തും ചെല്ലാത്ത ആളുകളെ നമ്മൾ അവരെ കുറിച്ച് കേൾക്കാറേ ഇല്ല. പുറത്താക്കപ്പെടുമ്പോൾ കേൾക്കും. അപ്പൊ സാധാരണഗതിയിൽ CPM-ൽ നിന്ന് പുറത്തു പോകുന്നവർ പോലും അപ്രസക്തരായി പോകുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ പോലൊരു നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണ്ട, അയാൾക്ക് ഈ പാർട്ടിയിലുള്ള അധികാരങ്ങളെല്ലാം സ്ട്രിപ്പ് ചെയ്യപ്പെട്ട് അയാൾ പാർട്ടിയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും അത് നമ്മളൊന്ന് അപഗ്രഥിക്കേണ്ടതാണെന്ന് എൻ്റെ കാര്യം. ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. പക്ഷെ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുന്നു, അയാളുടെ നയങ്ങൾ തെറ്റാണെന്ന് പാർട്ടി തീരുമാനിക്കപ്പെടുന്നു, അയാൾ പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് ഒരു മൂലയ്ക്ക് കഴിയുന്നു എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ പിണറായി വിജയനെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ ഭീതിജനകമായിരിക്കും, ഭീകരമായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ പിണറായി വിജയന്റെ ചരിത്രം നമ്മൾ എടുത്താൽ കണ്ണൂരിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവൊന്നും ആയിരുന്നില്ല. ഒരു രണ്ടാം നില മൂന്നാം നിലയൊക്കെ നേതാവായിരുന്നു യഥാർത്ഥത്തിൽ. ഞാനത് പലയിടത്തും എനിക്ക് സത്യമായ കണ്ണൂർ എന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. അതായത് ഈ 80കളുടെയൊക്കെ മധ്യത്തിൽ MP രാഘവൊക്കെ ആയിട്ട് പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാം നില നേതാക്കന്മാര് പലരും MP രാഘവന്റെ കൂടെ അങ്ങ് പോയി. എന്നുവെച്ചാൽ ഈ മെറ്റീരിയലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള പുത്തലത്ത് നാരായണൻ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ട്, അവരെല്ലാം രാഘവന്റെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടാം തരം നേതാക്കന്മാരായിരുന്നു ഈ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ. നോക്കുമ്പോൾ അന്ന് VS അച്യുതാനന്ദന്റെ കൂടെയാണ് ഇവരൊക്കെ. അപ്പൊ കണ്ണൂരിൽ ലീഡർഷിപ്പിന് വേറെ ആരും കിട്ടുന്നത്. അങ്ങനെ VS അച്യുതാനന്ദൻ പൊക്കിയെടുത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു രണ്ടാം തര നേതാവാണ് ആ കാലത്തും പിണറായി വിജയൻ. അപ്പൊ അവിടുത്തെ പ്രഗത്ഭനായിട്ട് ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ അയാളുടെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അയാൾ പൊടുന്നനെ അച്യുതാനന്ദനെ കണ്ടിപ്പിട്ട് അയാൾ അവിടെ ജില്ലാ സെക്രട്ടറി ആവുന്നു. അവിടുന്ന് പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. 1998 അയാളുടെ ജാതകം തെളിയുന്നത്. 1998 ചടയം ഗോവിന്ദൻ അർബുദബാധിതനായി മരിക്കുമ്പോൾ പുതിയൊരു സെക്രട്ടറി വേണം. അന്ന് അച്യുതാനന്ദന്റെ കയ്യിലാണ് പാർട്ടി. ആ അച്യുതാനന്ദൻ നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആക്കുന്നത്. പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് 1996 സഹകരണ വകുപ്പ് മന്ത്രിയാണ് നയനാർ മന്ത്രിസഭയിൽ. അന്നും പാർട്ടിയുടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാവെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നയനാരെ പോലുള്ള ആളുകളുണ്ട് കണ്ണൂരിൽ നിന്ന് തന്നെ. വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി, വൈദ്യുതിയും സഹകരണവും ആയിരുന്നു. അത് 98 വരെ അയാൾ ആയിരിക്കുന്ന സമയത്ത് 98 തടങ്ങൊന്നും ഭരിക്കുമ്പം പിന്നെ അച്യുതാനന്ദൻ സത്യമാത ചെയ്ത ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് അയാളെ കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആക്കും.
അപ്പൊ യഥാർത്ഥത്തിൽ 996 മുതൽ അയാൾ അധികാരം ആസ്വദിക്കുകയാണ്. 996 അയാൾ മന്ത്രിയാവും. 998 അയാൾ പാർട്ടി സെക്രട്ടറി. പാർട്ടി സെക്രട്ടറി 998 അതിനുശേഷം 4 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയായി മാറും. അതിൽ തന്നെ 2005 മലപ്പുറം സമ്മേളനം വരെ അയാള് ഒരു ഈ അമിതാധികാരി ആയിരുന്നില്ല. കാരണം വെച്ചാൽ പാർട്ടിക്കകത്ത് അയാൾക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, VS പക്ഷം. പക്ഷെ 2005 ആണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ഒരു അമിതാധികാരി അയാൾക്ക് മാറാൻ പറ്റുന്നത്. കാരണം 2005 മലപ്പുറം സമ്മേളനം അയാൾക്ക് കൊടുത്ത ഒരു ആത്മധൈര്യം ചെറുതല്ല. കാരണം VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ 8 ജില്ലകളിലെ ഭൂരിപക്ഷമായിട്ടാണ് VS അവിടെ ചെല്ലുന്നത്. 14 ജില്ലയിൽ 8 ജില്ലകളിലെ ഭൂരിപക്ഷം. ഞാനൊക്കെ എന്നുള്ള സ്വാഭാവികമായും 2005 പാർട്ടി അച്യുതാനന്ദൻ പിടിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ 2005 ആ മലപ്പുറം സമ്മേളനത്തിൽ എല്ലാ വൃത്തികെട്ട കളികളും കളിച്ച്, പൈസയ്ക്ക് പൈസ, വെള്ളത്തിന് വെള്ളം, പെണ്ണ്, മറിച്ച് സ്വാധീനം, പാർട്ടി സ്ഥാനം എല്ലാം കൊടുത്ത് അയാൾ ചവിട്ടി അരച്ച് കളഞ്ഞു വെച്ചതാണ്. എന്ന് പറഞ്ഞാൽ 8 ജില്ലയിലെ ഭൂരിപക്ഷവുമായി അവിടെ ചെന്ന VS അച്യുതാനന്ദൻ 12 പേരെ മത്സരിപ്പിച്ച് 12 പേരെയും പിണറായി വിജയൻ തോൽപ്പിച്ചു. ഭൂരിപക്ഷമായിട്ട് അവിടെ ചെല്ലുന്ന ആളാ പുറത്തോളം. അപ്പൊ 2005 പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വന്നവനെ എല്ലാവരും ചവിട്ടി അരച്ച് കളഞ്ഞാൽ എല്ലാവരും, ഒരാൾ പോലും ജയിച്ചില്ല. പേരുകൾ ചിലപ്പോൾ ഓർക്കുന്നില്ല, ഒരാളും ജയിച്ചില്ല. പക്ഷെ അതിനുശേഷവും 2013 വരെയും അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. 2006 അയാൾക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല, ജനങ്ങൾ ഇറങ്ങി. 2011 വരെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. 2011 യഥാർത്ഥത്തിൽ അയാൾ അച്യുതാനന്ദനെ തോൽപ്പിക്കുക ചെയ്തത്, 2-3 സീറ്റ് തോൽപ്പിക്കുക ചെയ്തത്. പക്ഷെ തോൽപ്പിച്ചെങ്കിലും അന്ന് അച്യുതാനന്ദൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി, വീണ്ടും ജനങ്ങൾ ഇറങ്ങി, വീണ്ടും പ്രതിപക്ഷ നേതാവ്. അപ്പോഴൊന്നും അതാണല്ലോ ആൾക്കാര് സെന്ററിനോടൊക്കെ വലിയ. അത് 2006. പക്ഷെ 2011 തോറ്റെങ്കിലും 2011 വെച്ചാൽ പ്രതിപക്ഷ നേതാവായി. അപ്പൊ അവിടെ 10 വർഷം അയാൾക്ക് നഷ്ടപ്പെട്ടു. 10 വർഷം അയാൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആ നഷ്ടപ്പെട്ട സമയത്തും പാർട്ടിയിലെ അധികാരിയായിരുന്നു അയാൾ. എന്ന് മാത്രമല്ല 2007 മുതൽ നമ്മൾ ലാവ്ലിൻ കേസ് ചർച്ച ചെയ്തതാണ്. അന്ന് പ്രതിയായിട്ട് പോലും അയാൾക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നില്ല. അപ്പം 1996 മുതൽ 996 മന്ത്രി, 998 സംസ്ഥാന സെക്രട്ടറി, അതിനുശേഷം 4 ടേം തുടർച്ചയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി 2006-2011 കാലഘട്ടത്തിലെങ്കിലും യഥാർത്ഥ ഭരണാധികാരി ഇയാളായിരുന്നു. കാരണം അന്ന് AK സെന്ററിൽ നിന്ന് ഇയാളായിരുന്നു ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല ഇയാൾ ഷാജഹാന് നന്നായിട്ട് അറിയാമല്ലോ ആ സമയത്തുള്ള എല്ലാ ഫയലും ഒപ്പിടേണ്ടത് എവിടെയാണെന്ന് കാണിച്ചിട്ട് ഇങ്ങോട്ട് AK സെന്ററിൽ കൊണ്ടുവരികയാണല്ലോ ചെയ്യുന്നത്. അതിൽ അച്യുതാനന്ദൻ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള മാത്രം ഒരു ക്ലറിക്കൽ പണി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് സാധാരണ മറ്റ് നേതാക്കന്മാർ പാർട്ടി സെക്രട്ടറി ആകുന്ന പോലെ ആയിരുന്നില്ല. കാരണം അതിനു മുമ്പ് ചടങ്ങ് പോകുന്നില്ല, അതിനു മുമ്പ് നായനാര് അവരൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും കുറെയൊക്കെ ജനാധിപത്യം തൊട്ടുതിട്ടുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി. പക്ഷെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇയാൾ അധികാരിയുടെ അങ്ങേയറ്റത്തെ അധികാരിയും അപ്രമാദിത്യവും ഏകാധിപത്യവും ആയിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, പലരും ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ, ഇയാൾ മുകളിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചേറ് ചെല്ലുമ്പോൾ തന്നെ വിരളും എന്നാ പറയുന്നത്. മോശമായ ഭാഷ ഉപയോഗിക്കുന്നു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നിട്ട് ഉലാത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത്, ഷൂ ഇങ്ങനെ നിലത്തെ കെട്ടി ചവിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു റുത്ത്ലെസ് ഡിക്റ്ററ്റോറിയൽ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? 2014 അയാൾ രാജിവെച്ചു. 2016 മുതൽ അയാൾ മുഖ്യമന്ത്രി, 2 ടേമിൽ അയാൾ മുഖ്യമന്ത്രി. തനി ഏകാധിപതി, പാർട്ടിയും ഗവൺമെന്റും പരിപൂർണമായും അയാളുടെ ചവിട്ടടിയിൽ. കുടുംബത്തിന് കൂടുതൽ സംരക്ഷണം എല്ലാം കിട്ടി. എന്ത് അഴിമതിയും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്നു. എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ള നിലയിലേക്ക് വന്നു. പാർട്ടിയെ മൊത്തം മുതലാളിത്തവൽക്കരിച്ചു, അക്രമവൽക്കരിപ്പിച്ചു, അഴിമതിവൽക്കരിപ്പിച്ചു, മരുമകനെ കൊണ്ടൊന്ന് ജയിപ്പിച്ചു. ഇതൊക്കെ ഒന്നും CPM മാത്രമല്ല 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ മുൻ പരിചയം ഒന്നുമില്ലാതെ തന്നെ കൊടുത്തു. ഇതൊന്നും കേൾക്കാത്ത കാര്യങ്ങളാണ് പാർട്ടി.
അപ്പൊ ഇയാളെ നമ്മൾ മനഃശാസ്ത്രപരമായി നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇയാൾ അധികാരത്തിൽ കിടന്ന് പൊളയ്ക്കുകയായിരുന്നു. അർമാദിക്കല്ല, പൊളയ്ക്കുകയായിരുന്നു. കാരണം ഇയാൾക്കിപ്പോ നാളെ എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ ഇയാളുടെ വിനീത വിധേയനായിരുന്നു. അത് കഴിഞ്ഞ് എം വി ഗോവിന്ദൻ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇടയ്ക്ക് വിജയരാഘവനായിരുന്നു. കുറച്ച് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഇയാള് അധികാര സ്ഥാനത്തിരുന്ന സമയത്ത് മുഴുവൻ ഇയാൾ അധികാരമാവോളം മോന്തി കുടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അധികാരം ഇങ്ങനെ കുടിച്ച് കിറുങ്ങി ഈ മദ്യപിച്ചിട്ട് ഇങ്ങനെ കിറുങ്ങിയിരിക്കുകയല്ല എന്ന് പറഞ്ഞതുപോലെ അധികാരം ഇങ്ങനെ ആസ്വദിച്ച് കിറുങ്ങിയിരിക്കുകയായിരുന്നു ഇയാള് 2-3 പതിറ്റാണ്ട് കാലമായി. 96 മുതൽ 98 വരെ മന്ത്രി, 98 മുതൽ 2014 വരെ പാർട്ടി, 98 മുതൽ 2014 വരെ പാർട്ടിയുടെ അധികാരം കുടിച്ച് കിറുങ്ങിയിരിക്കുകയായിരുന്നു. 2016 മുതൽ മുഖ്യമന്ത്രി എന്നുള്ള അധികാരം കുടിച്ചു. അപ്പം ഇയാളൊരു പിന്നെ കള്ളുകൂടിക്ക് അഡിക്റ്റായി നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ അധികാരത്തിന്റെ ഒരു അഡിക്റ്റ് ആണ് ഇയാൾ. ഇനിയാണ് നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പം അധികാരത്തിന്റെ അഡിക്ഷൻ 96, 2006, 2016, 2016 വർഷമായി അധികാരത്തിനകത്ത് കിടന്ന് അർമാദിക്കുന്ന പൊളയ്ക്കുന്ന ഇയാൾ ഒരു അബ്രപ്റ്റായിട്ടാണ് ഇയാൾ അധികാരം പോകാൻ പോണേ. അതാണ് വേറൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ VS അച്യുതാനന്ദന്റെ അധികാരം പോകാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് അത് അത്ര ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇതല്ല, ഇത് 10 നില കെട്ടിടത്തിൽ നിന്ന് പിന്നെ പടുകുഴിയിലേക്ക് വീഴുന്ന പോലത്തെ ഒരവസ്ഥയാ. പെട്ടെന്ന് ഇതങ്ങ് മാറുന്നത്. കാരണം ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാൾ വിചാരിച്ചിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും 3-4 സീറ്റ് ജയിക്കും. 3-4 സീറ്റ് ജയിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരെണ്ണല്ലേ ഉണ്ടായിരുന്നു, ഇത്തവണ 4 ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാം, ഒന്നുകൂടി പൊളയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, മനസ്സിലായി. അപ്പം അത് നഷ്ടപ്പെട്ട സമയത്തും 100-ൽ നിന്ന് 0-ലേക്ക് വരുമെന്ന് ഇയാൾ വിചാരിച്ചില്ല. 100-ൽ നിന്ന് 50-ലേക്കൊക്കെ വരുള്ളൂ എന്ന് ഇയാൾ വിചാരിച്ചു. പക്ഷെ 100-ൽ നിന്ന് അയാൾ നോക്കുമ്പോഴത്തേക്കും അയാളുടെ കൂടെ ഒരു മനുഷ്യൻ പോലും അയാളുടെ കൂടെ ഇല്ല. അയാളുടെ കൂടെ ആകെ മരുമകൻ മാത്രമേ ഉള്ളൂ, മനസ്സിലായി. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം പ്രസിഡന്റഡ് ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണം ഉമ്മൻചാണ്ടിയുടേതാണ്. ഉമ്മൻചാണ്ടി മനുഷ്യനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ. അതായത് മനുഷ്യരിൽ നിന്ന് ശ്വാസം വലിച്ചാണ് അയാൾ ജീവിക്കുന്നതാണ് ബെന്നിമോൻ ഒരു മനസ്സിലായി. അവരുടെ ഇടയിൽ അയാളുള്ളൂ. അയാൾ പെട്ടെന്ന് മുറിയിലേക്ക് വന്നുകൂടി അയാൾക്ക് രോഗം കൂടി അയാൾ പോയി. ഇതിന്റെ വേറൊരു ഉദാഹരണമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ ഉണ്ടായിരുന്നു, പക്ഷെ അതും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ മകന്റെ പ്രശ്നമൊക്കെ വന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും പിന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് കയറി ഞങ്ങൾക്ക് അടുത്തതാണ് എന്നും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ടുള്ളൊരു കാര്യമാണത്, സംശയമൊന്നുമില്ല. അത് പിണറായിക്കായാലും കോടിയേരിക്കായാലും നമ്മൾക്കായാലും ഇത് ഉണ്ടാകും. ഇപ്പൊ ഞാൻ തന്നെ എന്നെ നാളെ പോലെ ഇതൊന്നുമില്ല സാധാരണ ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഉണ്ടാവില്ല. അപ്പൊ ഇയാളുടെയൊക്കെ ഒരു ഈ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളത് അങ്ങ് വല്ലാതെ പോകുന്നു. 100-ൽ നിന്ന് 0-ലേക്ക് വരുന്നു. അവിടെ ഇവിടെയൊക്കെ രോഗങ്ങളും ഉണ്ടായത്. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രോഗമുള്ളവർ ഇതുപോലെ ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അത് ക്ലിയർ ആണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ക്യാൻസർ ഇങ്ങനെ കൺട്രോളബിൾ ആയിട്ട് നിന്നപ്പോഴാണ് പ്രതിസന്ധി വന്നു കൂടിയത്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മകൾക്ക് കേസുമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതാണ് വേറൊരു പ്രശ്നം. ഇപ്പൊ ഇയാൾക്കെതിരെ കേസ് വരുമ്പോഴും ഇയാളുടെ മകൾക്കെതിരെ കേസ് വരുമ്പോഴും അധികാരം ഉള്ളത് കൊണ്ടാണ് അയാൾ ഇത്ര രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണ് ലാവ്ലിൻ കേസിന് 40 പ്രാവശ്യം മാറ്റി വെക്കുന്നത്. ഇപ്പൊ ഞാനോ നിങ്ങളാണെങ്കിൽ ലാവ്ലിൻ കേസ് മാറ്റി വെക്കും, നമ്മളെന്താ ജയിലിൽ പോയാൽ? നാളെ ഇയാൾക്ക് അധികാരം പോയി കഴിഞ്ഞാൽ ലാവ്ലിൻ കേസ് കയറി വരും. നാളെ ഇയാൾക്കെതിരായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഇയാളുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസും വരുമ്പോഴത്തേക്കും ഇയാൾക്ക് എങ്ങനെ പോലീസിനെ കൊണ്ട് കവചം തീർക്കാൻ പറ്റും, എങ്ങനെ KSIDC കൊണ്ട് കവചം തീർക്കാൻ പറ്റും? ഇപ്പൊ മകൾക്കെതിരെ കേസ് വരുമ്പോഴത്തേക്ക് KSIDC 25 ലക്ഷം രൂപ മുടക്കി വക്കീലെ കൊണ്ടുവന്ന് പറഞ്ഞൊരു ഉത്തരവെല്ലാം ഒപ്പിട്ട് കൊടുത്തേച്ചാൽ നാളെ ഒപ്പിടാൻ ഉത്തരവില്ല. അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ കയറി വരും. അപ്പൊ അതുകൊണ്ട് ഇയാൾ പാർട്ടിയുടെ പുറത്തു പോയില്ലെങ്കിൽ തന്നെ ഇയാളുടെ ലൈൻ തെറ്റാണെന്ന് പറഞ്ഞ് പാർട്ടിയിൽ അയാൾ മാർജിനലൈസ് ചെയ്യപ്പെട്ടാൽ തന്നെ ഇയാളുടെ ഭാവി, ഇയാളുടെ നിലനിൽപ്പ് ഇതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ ഇവോൾവ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭീതിജനകമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എനിക്ക് ഒരു സംശയമുണ്ട് കേട്ടോ, അതുകൂടെ ഞാനൊന്ന് ചോദിക്കാം. ചിലപ്പോൾ പിണറായി വിജയൻ അങ്ങ് രാജ്യം വിടുമോ എന്നൊരു സംശയമുണ്ട്.
കാരണം പണ്ട് ഇദ്ദേഹത്തിന് ഈ സിംഗപ്പൂർ കേന്ദ്രീകൃതമായിട്ട് പല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും സന്ദർശനമുണ്ടല്ലോ, വിദേശ സന്ദർശനം. അപ്പോൾ വെളിയിൽ വല്ല സാമ്രാജ്യം സൃഷ്ടിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. അല്ല, അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ അങ്ങനെ രാജ്യം വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ള കാര്യം, അതിനൊക്കെ ഉള്ള ഒരു ആത്മധൈര്യവും ഒക്കെ ഉള്ള ഒരു പ്രൊആക്റ്റീവ്നെസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഒന്നുമില്ലാതെ ഇനി ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ആ കാര്യമാണ്. പിന്നെ ഇനി ഇതിപ്പോ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാലും അയാളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അത് വേറൊരു കാര്യം. അതുകൊണ്ട് ഞാനിപ്പോ ഓർക്കുന്നത്, ഈ ഏറെക്കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണല്ലോ അച്യുതമേനോൻ. അച്യുതമേനോൻ അധികാരത്തിൽ നിന്ന്, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഇവിടെ തമ്പാനൂരിൽ നിന്ന് KSRTC ബസ്സിൽ കയറി തൃശ്ശൂർ പോയ അതിപ്പോ മുഖ്യമന്ത്രി ആയിരുന്ന സമയം അവർക്ക് മുഖ്യമന്ത്രി അല്ലായിരിക്കുന്ന സമയം തമ്മിൽ അവർക്ക് അന്തരം വളരെ കുറവ്. PK വാസുദേവനായിരുന്നു തന്നെ ഇവിടുന്ന് ബസ്സിൽ കയറി പുല്ലുവഴിയിൽ പോയി ഇറങ്ങുമായിരുന്നു. അതല്ലല്ലോ ഇയാളതല്ലല്ലോ. ഇയാൾ ഞാൻ പറഞ്ഞത് ഇയാൾ ഓരോ നിമിഷവും ഇത് ഇങ്ങനെ അധികാരം കുടിച്ച് കിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അയാൾ പെട്ട് പോകാൻ പോകുന്നത്. അത് എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ദാരുണമായിരിക്കും അവസ്ഥ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാം.